കാലോടട്ടെ. ഈ കാല് കൊടുക്കാതെ ശരിക്കും എൻലൈൻ ഓടിക്കാൻ പറ്റില്ല. നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹ്യുണ്ടായുടെ i20 എൻലൈനാണ്. ഈ ഒരു ഹ്യുണ്ടായി i20 എൻലൈനും i20ക്കും 2023 ഒരു ചെറിയ അപ്ഡേറ്റ് വന്നു. മൈനറാണ്, ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾ ഒരിത്തിരി വണ്ടിക്ക് ഒരിത്തിരി കൂടി ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ലുക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ i20യുടെ ഒരു കാര്യം പറയുമ്പോൾ എൻലൈനും i20ക്കും തമ്മിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ പറയാനില്ല. ഇപ്പോൾ റെഡ് ഇൻസേർട്ടുകൾ പോലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളെ ഡിസൈനിലുള്ളൂ. പക്ഷേ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒരു 7 സ്പീഡ് DCTയും ഒരു 6 സ്പീഡ് മാനുവലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിൽ എല്ലാം സാധനം നമുക്കിന്ന് ഹ്യുണ്ടായി i20 എൻലൈനെ വിശദമായി തന്നെ പരിചയപ്പെടാം എന്ന് പറയുമ്പോൾ മാറ്റങ്ങളാണ് നമ്മൾ നോക്കുന്നത്. BMW M പോലെ അല്ലെങ്കിൽ മെഴ്സീഡീസിൻ്റെ AMG പോലെ എന്നൊക്കെ വേണമെങ്കിൽ ഹ്യുണ്ടായി i20യുടെ അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ തന്നെ എൻലൈനെ പറയാം, ഒരു അതിശയോക്തിയൊക്കെ കളത്തിയിട്ട്. അതായത് ഒരു ഇത്തിരി പെർഫോമൻസ് കൂടിയ ഒരു വേർഷനാണ് എൻലൈൻ. ഇത് ടർബോ പെട്രോളാണ്. 118 bhp പവറും 172 Nm ടോർക്കുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ഓടിക്കാനും അത്യാവശ്യം ഫണ്ണാണ്. അപ്പോൾ എന്തായാലും ഈ മാറ്റങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് റോഡിലേക്ക് കൊടുത്ത് ഓടിക്കാം. വരും. i20യുടെ 2023 വന്ന അപ്ഡേറ്റിലെ പ്രധാനമായ മാറ്റം ഗ്രില്ലും ഹെഡ്ലാമ്പിലുമാണ്. ഇപ്പോൾ ഗ്ലോബൽ വേർഷനിൽ കിട്ടുന്ന i20യുടെ തുല്യമായിട്ടുള്ള ഹെഡ്ലാമ്പും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളതാണ്. i20 എൻലൈൻ ആകുമ്പോൾ ആ ഒരു ചുവന്ന സ്കേർട്ട് താഴെ കൊടുത്ത ആ ഒരു ഭാഗമുണ്ട് എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ തീർത്തും ആ ഒരു ചുവന്ന ചെറിയ ഇൻസെർട്ടുകൾക്ക് വണ്ടിക്ക് തീർത്തും ഒരു പ്രത്യേകതകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒറ്റ മോഡലിൽ ഇത് എൻലൈൻ ആണെന്ന് മനസ്സിലാക്കാൻ ആ ഒരു എലമെൻറ്റുകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർത്തും ഫങ്കി ആയിട്ടുള്ള ഒരു കാറാണ് i20 എൻലൈൻ, പ്രത്യേകിച്ചും ഒരു ഹോട്ട് ഹാച്ച്. ഇപ്പോൾ വശങ്ങളിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു അലോയ് വീലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസൈനകത്ത് കാണുന്ന ആ ഒരു റെഡ് കാലിപ്പർ എന്ന് പറയുന്നതൊക്കെ എൻലൈൻ്റെ കാര്യങ്ങളാണെങ്കിൽ ശരിക്കും ഈ എൻലൈൻ ബാഡ്ജാണ് ആ ഒരു വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ആ ഒരു i20യുടെ വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുക എൻലൈനുമായിട്ട്. ഇനി താഴെ കാണുന്ന ആ ഒരു സ്കേർട്ടിങ്ങിനും ആ ഒരു റെഡ് ഇൻസേർട്ട് ഉണ്ട്. അതുമാത്രമല്ല മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുള്ളൊരു മോഡൽ കൂടിയാണത്. പൊതുവെ i20 വന്ന സമയത്ത് അതിൻ്റെ ആദ്യ എഡിഷൻ വന്നപ്പോൾ 4 വീലും ഡിസ്ക് ബ്രേക്കുകളുണ്ടായിരുന്നു. പിന്നീട് 2 വീലും മാത്രമായിട്ട് മാറി. ഇപ്പോൾ ഈ ഒരു പുതിയ എൻലൈനിൻ്റെ ആ ഒരു 4 വീൽ ഡിസ്ക് ബ്രേക്കുകളുണ്ട്. എൻലൈനിൻ്റെ പിന്നിലെ മാറ്റങ്ങളെന്ന് പറയുന്നത് പൊതുവെ നമുക്ക് എൻലൈൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ താഴെ കാണുന്ന ആ ഒരു സ്കേർട്ടിങ് പോലുള്ള ഭാഗവും 2 എക്സോസ്റ്റുകളും കാണാം. i20 എൻലൈനിലുള്ള ബാഡ്ജും കാര്യങ്ങളും തന്നെ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും പിന്നിലില്ല. അല്ലെങ്കിൽ പറയാൻ തക്കവണ്ണം മാറ്റം ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. ഈ ഒരു സ്പോയിലർ തൊപ്പി പോലെ കൊടുത്ത 2 വശങ്ങളിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ ഒരിത്തിരി കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനും കൊള്ളാമെന്നുള്ളതാണ്. ഹ്യുണ്ടായി ഇപ്പോൾ വണ്ടികളിൽ ഡാർക്ക് ക്രോം യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡാർക്ക് ക്രോമിൻ്റെ ഇൻസേർട്ട് ആ ഒരു ലൈറ്റുകളിലും കാണാനുള്ളതാണ് കേട്ടോ. ലൈറ്റുകൾക്കിടയിലൂടെ പോകുന്ന ആ ഒരു ബാർ പോലെ. ഇനി ആ ഒരു ടിൻ എക്സോസിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടാലോ. ഈ എൻലൈൻ്റെ അകത്ത് മാറ്റങ്ങളെന്ന് പറയാനായിട്ട് വ്യത്യസ്തതകൾ പറയാം. അതായത് ഈ ഒരു റെഡ് ഇൻസേർട്ടുകൾ, സീറ്റിലെ എൻലൈൻ്റെ ആ ഒരു ഫ്ലാഗ്, ലോഗോ, സ്റ്റിച്ചിങ് അല്ലെങ്കിൽ സ്റ്റിയറിംഗിൽ സ്റ്റിച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴയ എൻലൈനിൽ കണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് മാറ്റങ്ങളൊന്നും തന്നെ പറയാനില്ല. ഈ ഒരു പെഡലുകൾ ഒരിത്തിരി കൗതുകമാണെന്ന് പറയാം. ആ ഒരു സ്പോർട്ടി പെഡലുകൾ, ആ ഒരു ഗിയറിൽ ഒരു എലഗൻ്റ് ആണല്ലേ കണ്ടോ. ഈ ഒരു AC കൺട്രോൾസിനുമുണ്ട് റെഡ് ഇൻസേർട്ടുകൾ. കൂടാതെ ഈ ഒരു വെൻറ്റുകൾ തുറക്കുന്ന ഈ ഒരു നോബിനും റെഡ് ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. 9,49,000 രൂപയിലാണ് ഈ ഒരു എൻലൈനിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് തുടങ്ങുന്നത്. ഓട്ടോമാറ്റിക് മാനുവൽ, അതായത് 6 സ്പീഡ് മാനുവൽ, 7 സ്പീഡ് DCT, അതാണ് ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് ഓപ്ഷൻസ്. കൂടാതെ വിവിധ വേരിയൻറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ 2023 അപ്ഡേറ്റ് വന്നപ്പോൾ ഒരിത്തിരി കൂടി ഗ്ലോബൽ i20യുമായിട്ട് സാമ്യതകൾ വന്നു. ലൈറ്റുകളൊക്കെ മാറി കുറച്ച് എലഗൻ്റ് ആയി എന്ന കാര്യമുണ്ട്. സ്റ്റിൽ ഈ ഒരു വണ്ടി ഹോട്ട് ഹാച്ച് ആയിരുന്നു, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അകത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു മീറ്റർ ക്ലസ്റ്ററിൻ്റെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫോടൈമിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. അതൊക്കെ തന്നെയും ഓൾറെഡി ആ ഒരു പഴയ വണ്ടി നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ട്. അത് മാത്രമല്ല നാവിഗേഷൻ ഉണ്ട്. ഇപ്പോൾ ഡ്രൈവ് മോഡുകളുണ്ട്, സ്പോർട്ട് അല്ലെങ്കിൽ നോർമൽ ഈക്കോ എന്നുള്ള മോഡുകളുണ്ട്. പെഡൽസൊക്കെ സ്പോർട്ടിയാണ്. ഈ വണ്ടി മൊത്തത്തിൽ സ്പോർട്ടി കാർ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഇത് ഓടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഓടിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ശരിക്കും 6 സ്പീഡ് മാനുവലായിരുന്നു. പക്ഷേ നമ്മുടെ അടുത്തുള്ളത് DCT ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ആളുകൾ ഒപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ മാനുവലാണ് ഫണ്ട് നമുക്കറിയാം. ഈ ഒരു വണ്ടി നമുക്കൊന്ന് ഓടിക്കുമ്പോൾ ആ ഒരു ഫണ്ടിൻ്റെ കാര്യങ്ങളൊന്നും പറയാം. ഒന്ന് റീക്യാപ്പ് പോലെ, കാരണം നമ്മൾ ഓൾറെഡി ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. അതിനകത്ത് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യാനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്കൊന്ന് ഓടിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ആ ഒരു പ്രകടനം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ഫീൽ എന്നുള്ളതൊക്കെ തന്നെ പറയാം. നമുക്ക് വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കാം. 2023 i20 അല്ലെങ്കിൽ i20 എൻലൈനിൽ എഞ്ചിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും തന്നെ ഇല്ല. കാര്യമായിട്ടൊന്നല്ല, മാറ്റങ്ങളേ ഇല്ല. പക്ഷേ എൻലൈൻ ഓടിക്കുന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. ഈ എൻലൈൻ എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെ പെർഫോമൻസ് ഡിവിഷനാണല്ലോ. അപ്പോൾ ഈ ഒരു i20 എൻലൈനും അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങളുണ്ടാവും. 0 to 100 ടൈമിംഗ് എന്ന് പറയുന്നത് 9.9 സെക്കൻഡ്സ് ആണ്. 9.9 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 10 സെക്കൻഡ് താഴെ. അത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഹോട്ട് ഹാച്ച് എന്ന് നിലയ്ക്കുള്ളത്. ഞാൻ എപ്പോഴും ഹോട്ട് ഹാച്ച് എന്ന് പറയുന്നത് നമുക്ക്
തീർത്തും അന്യം നിന്ന് പോയ ഒരു വിഭാഗമായിരുന്നു ഹോട്ട് ഹാച്ച് എന്ന് പറയുന്നത്. JTB ടിയാഗോ ഒരു ഹോട്ട് ഹാച്ച് ആയിരുന്നു, അതുപോലെ പോളോ GT DSI ഒരു ഹോട്ട് ഹാച്ച് ആയിരുന്നു. അങ്ങനെ കുറച്ചധികം അബാർത്ത് പുണ്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ഹോട്ട് ഹാച്ച് കാറ്റഗറിയിൽ തരക്കില്ലാത്തൊരു വണ്ടിയാണ് i20 N-Line എന്നുള്ളതാണ്. ഈ N-Lineൻ്റെ 7 സ്പീഡ് DCT 6 സ്പീഡ് മാനുവൽ, ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന 7 സ്പീഡ് DCTക്ക് പാഡ് ഷിഫ്റ്റ് ഉണ്ട്, വലിയ പാഡ് ഷിഫ്റ്റാണ്. ആ പാഡ് ഷിഫ്റ്റിന് തന്നെ ആ ഒരു പെർഫോമൻസ് വണ്ടിയാണെന്നുള്ള ഫീൽ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഡൗൺ ചെയ്യുന്നതിനടുത്ത് ഒരു ചെറിയ ഒരു പിമ്പിളും മുകളിലായിട്ട് ചെറിയ മുഴയും പോലെ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഡൗൺ ചെയ്യട്ടെ. കാലോട്ടെ. ഈ കാല് കൊടുക്കാതെ ശരിക്കും N-Line ഓടിക്കാൻ പറ്റില്ല. ഈ 7 സ്പീഡ് DCT എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്യുക്കാണേ. അതായത് 0 to 100 ടൈമിങ് മാത്രമല്ല, കാല് കൊടുത്ത പറന്ന് കയറി പോകുന്ന ഒരു ഫീലും തീർത്തും നല്ലതാണ്. പക്ഷെ അതൊക്കെ സ്പോർട്ട് മോഡിലാണെന്ന് മാത്രം. ഈ വണ്ടിക്ക് 3 മോഡുണ്ട്: ഈക്കോ, നോർമൽ, സ്പോർട്ട്. അപ്പോൾ ഈക്കോ മോഡ് എന്ന് പറയുന്നത് തീർത്തും ഡള്ളാണ്, ഒന്നും പറയാനില്ല. നോർമൽ മോഡും എനിക്ക് വലിയ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഈവൻ സ്പോർട്ട് മോഡിലാണെങ്കിലും ടർബോയുടെ ചെറിയൊരു ലാഗ്, ടർബോയുടെ ലാഗാണോ ആ ഒരു ട്രാൻസ്മിഷൻ്റെ ആ ഒരു ലാഗാണോ അറിയില്ല, ഒരു ചെറിയ ലാഗ് ഉണ്ട് ഇനീഷ്യലി. പക്ഷേ നമ്മൾ മാനുവൽ മോഡ് ഇട്ട് കഴിയുമ്പോൾ ആ ലാഗെല്ലാം മാറും, നമുക്ക് പറത്തിയെടുത്ത് ഓടിച്ചു കൊടുക്കാൻ പറ്റിയ വണ്ടി എന്ന നിലയ്ക്ക് i20 N-Line മാറും. ഇപ്പോൾ ഈ N-Line ശരിക്കും കുന്തളിപ്പ് കാണിച്ച് ഓടിക്കാൻ പറ്റിയ ഒരു ഹാച്ച് ബാക്കാണ്. 4 വീലും ഡിസ്ക് ബ്രേക്കിലുണ്ട്, നമുക്ക് ചവിട്ടിയെടുത്ത് നിൽക്കുന്ന ഒരു ഫീലുണ്ട്, നല്ല ഒരു കോൺഫിഡൻസ് ആണ് തരുന്നത്. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഹുണ്ടായ സ്റ്റിയറിംഗ് അല്ല, എന്ന് വെച്ചാൽ പഴയ ഹുണ്ടായുടെ സ്റ്റിയറിങ്ങുകളൊക്കെ ഇപ്പോൾ പുതിയ ഹുണ്ടയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ തരുന്ന, അത്യാവശ്യം ഒരു കണക്റ്റൊക്കെ ഫീൽ ചെയ്യുന്ന സ്റ്റിയറിംഗ് ആണ്. i20 N-Line അത് കുറച്ചും കൂടി ഇത്തിരി നമുക്ക് ഫീൽ തരുന്നുണ്ട്. മെക്കാനിക്കൽ ആയിട്ടുള്ളൊരു ഫീൽ അല്ല തോന്നുന്നു എനിക്ക്. ഇലക്ട്രിക് മോട്ടറിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഡയറക്റ്റ് കണക്ഷൻ അല്ല ഫീൽ ചെയ്യുക. പക്ഷേ എന്നാലും ഒരിത്തിരി വെയിറ്റ് ഒക്കെ വെച്ച് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് ഒക്കെ തരാനായിട്ട് ഈ സ്റ്റിയറിങ്ങിന് പറ്റുന്നുണ്ട്. സസ്പെൻഷൻ്റെ കാര്യം കുറച്ച് ഹാർഡെന്ന് പറയുമ്പോൾ സ്റ്റിഫാണെന്ന് പറയാം. ശരിക്കും ഒരു ഇത്തിരി പവർഫുൾ ആയിട്ടുള്ള വണ്ടികൾ സ്റ്റിഫ് ആവാറുണ്ട്, ഇതും അത്യാവശ്യം സ്റ്റിഫാണ്. അപ്പോൾ നമ്മൾ ചാട്ടമൊക്കെ ചാടുമ്പോഴേ മെല്ലെ പോവുകയാണെങ്കിൽ ആ ഒരു ബാക്കിലിരിക്കുമ്പോൾ നമുക്ക് അടി കിട്ടും. പക്ഷേ സ്പീഡിൽ പോകുമ്പോൾ അത് കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടെന്നുള്ള ഗുണം തന്നെയാണ് കേട്ടോ. എനിക്ക് ഓട്ടോമാറ്റിക് കാറുകൾ പാഡ് ഷിഫ്റ്റ് ഇല്ലാത്ത വണ്ടി ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണമാണ് നമ്മൾ ചുമ്മാ ഒന്ന് 2 തട്ട് തട്ടി ആ ഒരു ഡൗൺ ചെയ്ത് കയറി പോകുന്ന ഒരു ഫീല് ആ ഒരു പാഡ് ഷിഫ്റ്റ് ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുക ചെയ്യണത്. അതുപോലെ എഞ്ചിൻ ബ്രേക്കിങ്ങും. അപ്പോൾ ഓടിക്കാൻ രസമുള്ള വണ്ടിയാണ് N-Line അറിയാം. N-Lineൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു i20 ആണെങ്കിലും N-Line ആണെങ്കിലും ഇപ്പോൾ രൂപത്തിൽ നിന്ന മാറ്റങ്ങളും അതുപോലുള്ള കാര്യങ്ങളാണ് ശരിക്കും പ്രധാനപ്പെട്ട ആ ഒരു അപ്ഡേറ്റ് ആയിട്ട് 2023 വന്നത്. നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ പണ്ട് N-Line ഓടിച്ചപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കാര്യത്തിൽ ഒരു ഡ്രാസ്റ്റിക്കലി ആ ഒരു ചേഞ്ച് പറഞ്ഞിട്ട് ഇപ്പോൾ ഈക്കോ മോഡിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു എഫിഷ്യൻസി കാണിച്ചായിരുന്നു. എനിക്ക് 14.5 വരെയൊക്കെ സിറ്റിയിൽ കാണിച്ചായിരുന്നു. ഞാൻ വളരെ മെല്ലെ ചെറിയ ഒരു ചവിട്ട്, അതായത് വളരെ കുഞ്ഞ് ഒരു ത്രോട്ടിൽ ഇൻപുട്ടിൽ ഓടിച്ചപ്പോൾ. പക്ഷേ ഒന്ന് സ്പോർട്ട് മോഡിലാക്കി ഒന്ന് കുന്തളിപ്പ് കാണിച്ച് ഓടിച്ച് നോക്കിയപ്പോൾ 9.9 ആയിട്ട് ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 0 to 100 ടൈമിങ്ങും ഈ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി സെയിം ആയിട്ടാണ് കാണിക്കുന്നത് ആ ഒരു MIDയിൽ. ഇരിക്കുന്ന സീറ്റ് അത്യാവശ്യം നല്ലതാണ്, നമുക്ക് നന്നായി ഇരുന്ന് ഓടിക്കാൻ അല്ലെങ്കിൽ നല്ല ആ ഒരു കംഫർട്ടബിൾ ഇരുന്ന് ഓടിക്കാൻ പറ്റിയ ഒരു സീറ്റാണ്, ലെതറിൻ്റെ സീറ്റാണ്. ഇപ്പോൾ N-Lineൻ്റെതായിട്ടുള്ള ഗിമ്മിക്കുകൾ അല്ലെങ്കിൽ ആ ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു ഫ്ലാഗിൻ്റെ പിക്ചർ ആ ഒരു കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഇരുന്ന് ഓടിക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ സ്പോർട്ടി ആയിട്ടുള്ള പെഡലിൽ ചവിട്ടാൻ അത്യാവശ്യം നല്ല ഒരു രസം തോന്നി. പിന്നെ N-Line ഷിഫ്റ്ററൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഒരു ഇത്തിരി കൗതുകം ഉണ്ടാക്കുന്ന ഷിഫ്റ്ററാണ്. അതൊക്കെ തന്നെയും ഒരു ഫാൻസി കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും പറയുന്നുള്ളൂ. വണ്ടിയുടെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ 4 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുക. 1 എഞ്ചിൻ്റെ പെർഫോമൻസ്, 2 ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം, 3 എന്ന് പറയുന്നത് ബ്രേക്സ്, 4 സസ്പെൻഷൻ ആൻഡ് സ്റ്റിയറിംഗ്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ എനിക്ക് എഞ്ചിൻ്റെ പെർഫോമൻസ് ടർബോ പെട്രോളാണ്. ഞാൻ പറഞ്ഞ ഒരു ലാഗ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകും, അതൊരു കാര്യമായിട്ട് കാണാം. പക്ഷേ 118 ഹോഴ്സ് പവറും ഈ 172 ന്യൂട്രൺ മീറ്ററും ടോർക്കുള്ള ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് പര്യാപ്തമായൊരു നമ്പേഴ്സാണ് എനിക്ക് നമുക്ക് തരിക. അത് ഓടിക്കുമ്പോൾ നമുക്ക് വളരെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 100 BHP മുകളിലാണ് ആ ഒരു വണ്ടർ പവർ. അതും നമുക്ക് ആ ഒരു കാലിൽ ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫൺ ഉണ്ടാവുക ആ ഒരു മാനുവൽ വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും. 6 സ്പീഡ് ഓട്ടോമാറ്റിക്കിന് ആ ഒരു 7 സ്പീഡ് DCT ആയിട്ടുള്ള ആ ഒരു ക്യുക്നെസ് ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്, ഒന്നുമില്ല പറയുന്നില്ല. പക്ഷേ ആ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഇനീഷ്യലി സ്റ്റാർട്ടിൽ. എനിക്ക് എഞ്ചിൻ്റെ നോട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റിൽ കുറച്ചും കൂടി ഒരു മൊറാൾസി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നി. ആ ഒരു എക്സോസ്റ്റ് പൈപ്പിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ 2 എക്സോസ്റ്റുകളാണല്ലോ ബാക്കിൽ, ടിന്നാണല്ലോ. അപ്പോൾ അത് ഇത്തിരി കൂടി ഒരു മൊറാൾസി ഉണ്ടായിരുന്നെങ്കിലും തോന്നി, അതൊരു കാര്യമായിട്ട് കാണാം. പിന്നെ സസ്പെൻഷൻ്റെ ആ ഒരു ചാട്ടം അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ പാലത്തിൻ്റെ ആ ഒരു ജോയിൻറ്റുകളൊക്കെ ചാടുമ്പോഴും നമുക്ക് സൗണ്ട് മാത്രം കാര്യമായിട്ട് വരും സ്പീഡിലാണ് പോകുന്നതെങ്കിൽ. പക്ഷേ മെല്ലെ പോവുകയാണെങ്കിൽ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യും, ഒരു ചെറിയ അടി ഇങ്ങനെ ഫീൽ ചെയ്യും. അത് സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. കുറച്ച് സ്റ്റിഫായിട്ടുള്ള സ്പ്രിംഗ് ആണ് യൂസ് ചെയ്യുന്നതിനകത്ത്.
പൊതുവേ നമ്മൾ പറയുമ്പോൾ പറയും ഹുണ്ടായി അല്ലെങ്കിൽ കിയ എന്നുള്ളതൊക്കെ ആ ഒരു എന്തൂസിയാസ്റ്റ് കാറുകളല്ല, ഫാമിലി കാറുകളാണ് എന്നൊക്കെ പറയില്ലേ. പക്ഷേ എൻലൈൻ്റെ കാറിൽ ഡിഫറൻ്റ് ആണ്. കാരണം എൻലൈൻ എന്ന് പറയുന്ന ഈ ഒരു i20 എൻലൈൻ പ്രത്യേകിച്ച് 1 ലിറ്റർ ടർബോ ആണ്. കുറച്ചും കൂടി കൂടിയ ഒരു എഞ്ചിൻ ആയിരുന്നെങ്കിൽ 1.2 ലിറ്റർ ടർബോ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഈ 1 ലിറ്റർ തന്നെ അത്യാവശ്യം പര്യാപ്തമാണ് ഈ ഒരു വണ്ടിക്ക് എന്നുള്ള കാര്യമുണ്ട്. ഇതിൻ്റെ രൂപവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എയറോഡൈനാമിക് ഷേപ്പും കൂടാതെ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഡിമെൻഷൻസും എല്ലാം കൂടിയിട്ട് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ചേരുന്ന ഒരു എഞ്ചിനായിട്ട് തന്നെയാണ് ഈ ഒരു 1 ലിറ്റർ എഞ്ചിൻ തോന്നിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തതായിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.